അന്ന് നിലാവെളിച്ചമുള്ള അതേ രാത്രി ഇരുവരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി. ആ പോരാട്ടത്തിന് ശേഷം ആ കാട് നമ്മെ നിശബ്ദമായി. പക്ഷെ വേടൻ ഇത്തവണ വന്നിരിക്കുന്നത് മറ്റൊരു ശൈലിയിലാണ്. കാരണം കൊമ്പനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെയാണ് വേടൻ ഇത്തവണ വന്നിരിക്കുന്നത്. വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത ഇരുവരും അന്ന് നേർക്ക് നേർ പോരാടി. ജീവൻ മരണ പോരാട്ടം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഡൽഹി മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിലോട്ട് നമുക്ക് വരാം. ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിക്ക് ഡൊമിനേറ്റ് ചെയ്ത് കളിച്ച് ഡൽഹി തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായിട്ടുള്ള അവസരങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുമാടി ഡൊമിനേറ്റ് ചെയ്ത് കളിക്കുന്നത് കെവിൻ യോക്ക് തന്നെയാണ്. കാരണം അദ്ദേഹം എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും കൃത്യമായിട്ട് ഒരു ക്രോസോ കാര്യമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറൊക്കെ വൺ ഷോക്കാണ്. പിന്നെ കുറച്ചുമാടി പ്രതീക്ഷയുള്ളത് അതിസലാണ്. പിന്നെ ഒരു മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ എടുത്ത് പറയേണ്ടത് ആരാണ്? ഐമൻ. അതും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന അതേ ഐമൻ. തീർച്ചയായിട്ടും തോമസ് ഓസിന്റെ കീഴിൽ നല്ല പെർഫോമൻസ് ആണ് ഐമൻ കാഴ്ചവെക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള അവസരങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഗോൾ വന്നത് ഐബൺ ഡോളിങ്ങിന്റെ ആ ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് ഈ ഒരു ഗോൾ വന്നത്. അത് കൃത്യമായിട്ട് ഐമന് പോസ്റ്റിലോട്ട് ഫിനിഷ് ചെയ്തു. എന്നാലും ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായിട്ടുള്ള ആ ഒരു ഗ്രാഫിലോട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റും. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ ഇവിടെ പൂർണ്ണമായിട്ട് അവസാനിച്ചു. സോ കൂടുതലായിട്ടൊന്നും ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാനില്ല. അങ്ങനെ വളരെ ഷോക്ക് മാച്ച് ആയിരുന്നു. ഒരു കോച്ച് വന്നതോടുകൂടി ഒന്ന് ബ്ലാസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റും. ആ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫോട് കൂടി ബ്ലാസ്റ്റേഴ്സ് ഒന്നുമാടി മെച്ചപ്പെട്ട ഒരു ഫുട്ബോൾ കാഴ്ചവെക്കുന്നുണ്ടായി. പക്ഷെ ഒന്നും കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഷോക്ക്. പിന്നെ അജിസൽ ആൻഡ് അബിൻദാസ് കളത്തിലോട്ട് വന്നു. അതോടുകൂടി ഒന്നുമാടി ക്രോസിലൊക്കെ ഒന്നുമാടി ബെറ്റർ ആവാൻ തുടങ്ങി. പിന്നെ കെവിൻ യോക്കിന് കൃത്യമായിട്ടുള്ള ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പുള്ളിക്കാരെടുക്കുന്ന ഷോട്ടിന് പവർ തീരെ ഇല്ല. അങ്ങനെ മത്സരത്തിൽ 2 റെഡ് കാർഡ് കിട്ടി. അതായത് ഐബൺ ഡോളിങ്ങിനും അതുപോലെ ഡൽഹി കോച്ചായിട്ടുള്ള തോമസ് ഓസിനും ഒരു റെഡ് കാർഡ് കിട്ടി. അങ്ങനെ മത്സരത്തിന്റെ ലാസ്റ്റ് മിനിറ്റിലാണ് അവര് രണ്ടാമത്തെ ഗോൾ അടിച്ചത്. അതൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് കൃത്യമായിട്ട് അവര് ഗോൾ അടിച്ചു. ഈ ഒരു മത്സരത്തോടു കൂടി നമുക്ക് ഏകദേശം തീരുമാനമായി. ഇനിയുള്ള ISL മാച്ചുകളൊക്കെ വെരി സ്ട്രോങ് ആണ്. അടുത്ത മത്സരം ബാംഗ്ലൂർ FC-ക്കെതിരെ. ഇനിയുള്ള എല്ലാ മത്സരവും വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇനി റെലഗേറ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യം ഏകദേശം ഷുവറായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇനി മുഹമ്മദൻസ് FC ആണ് ഇതിങ്ങാട്ടി കുറച്ചുമാടി താഴെ. പക്ഷെ അവർ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കുറഞ്ഞ മാച്ചാണ് കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നല്ല ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറെയാണ്. അതായത് ഫിനിഷിംഗ് ഇല്ലായ്മ ബ്ലാസ്റ്റേഴ്സിന് തീരെയില്ല. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഈ വീഡിയോനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും